വെസ്റ്റേൺ റിപ്പോർട്ടർ തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ ജീവനക്കാരനെ ആക്രമിച്ചു. സൂപ്പർവൈസർക്ക് തലയ്ക്കു പരിക്കേറ്റിരിക്കുന്നു. കമ്പിക്കിടയിലൂടെ കൈകടത്തി തലയ്ക്ക് നഖം കൊണ്ട് മാന്തുകയായിരുന്നു. കൂട് കഴുകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ കൂട് തുറക്കാത്ത സമയത്ത് തന്നെയാണ് കൂടിന്റെ കമ്പിക്കിടയിലൂടെ ഉള്ള ആക്രമണമാണ്. ഈ ജീവനക്കാരന് കാര്യമായ പരിക്കേറ്റോ? എന്താണ് വിവരങ്ങൾ? സ്മൃതി, ജീവനക്കാരന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. രാമചന്ദ്രൻ എന്നു പേരുള്ള സൂപ്പർവൈസർക്ക് നേരെയായിരുന്നു ബബിത എന്നു പേരുള്ള പെൺകടുവയുടെ ആക്രമണം. വയനാട്ടിൽ നിന്ന് കൂട്ടിൽ അവിടെ ജനവാസ മേഖലയിൽ പ്രശ്നമുണ്ടാക്കുന്നതിനെ തുടർന്ന് അവിടെ കൂട് വെച്ച് പിടിച്ച് അത് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഒരു വർഷം മുമ്പ് കൊണ്ടുവന്ന ബബിത എന്നു പേരുള്ള കടുവയാണ് ജീവനക്കാരനായ രാമചന്ദ്രനെ ആക്രമിച്ചത്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും രാവിലെ കടുവ കിടക്കുന്ന കൂട് വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്ന് രാവിലെയും പതിവ് പോലെ കടുവക്കൂട് വൃത്തിയാക്കുകയായിരുന്നു. സാധാരണഗതിയിൽ പുറത്ത് നിന്ന് മറ്റുപകരണങ്ങൾ ഉപയോഗിച്ചാണ് കടുവക്കൂട് വൃത്തിയാക്കുന്നത്. അകത്തെ ഭാഗം കടുവ കിടക്കുന്ന ഭാഗത്തേക്ക് പോവാറില്ല. കടുവ കിടക്കുന്ന ഭാഗം സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം കടുവക്കൂടിൻ്റെ പുറത്ത് ഭാഗം പിന്തിരിഞ്ഞ് നിന്ന് ക്ലീൻ ആക്കുന്ന സമയത്താണ് അത് കടുവ കിടക്കുന്ന കമ്പിയുടെ ഇടയിലൂടെ കൈയിട്ട് രാമചന്ദ്രൻ്റെ തലയ്ക്ക് നഖം കൊണ്ട് അടിച്ചത്. അതിൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുറേയധികം ചോര വന്നു. തൊട്ടപ്പുറത്ത് മൃഗശാലയിലെ മറ്റു കൂടുകൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ജീവനക്കാർ വരികയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയ സമയത്ത് തന്നെ തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. ഉടൻ തന്നെ സ്റ്റിച്ചിട്ടു. പിന്നീട് തിരുവനന്തപുരത്തെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അവിടെ കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ നടപടികളിൽ മാറ്റം വന്നതാണോ? അതായത് അവിടെ സൂപ്പർവൈസർ അല്ല സാധാരണ രീതിയിൽ കടുവക്കൂട് വൃത്തിയാക്കേണ്ടത് എന്നാണ് അവിടെയുള്ള ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എങ്ങനെയാണ് സൂപ്പർവൈസറായ രാമചന്ദ്രൻ ഇന്ന് കടുവക്കൂട് വൃത്തിയാക്കാൻ പോയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും കടുവയുടെ ആക്രമണം ഉണ്ടായി. രാമചന്ദ്രനാണ് ഉണ്ടായത്. സാരമായ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കിപ്പോൾ സ്റ്റിച്ചിട്ട് അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. സ്മൃതി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടിന്റെ കമ്പിക്കിടയിലൂടെ കൈകടത്തി നഖം കൊണ്ട് മാന്തുകയായിരുന്നു. റഹീസ്, ഈ കടുവ നേരത്തെയും ആക്രമണകാരിയാണോ? അങ്ങനെയുള്ള സൂചനകൾ എന്തെങ്കിലും മൃഗശാലയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? മൃഗശാലയിൽ വന്നതിന് ശേഷം ഈ കടുവ ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. പക്ഷേ മുമ്പ് വയനാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ആക്രമണം കാണിച്ചിട്ടുണ്ട്. മൃഗങ്ങളെയും മറ്റും കൊല്ലുന്നത് പതിവായതിനെ തുടർന്ന് ഇതിനെ കൂട് വെച്ച് പിടികൂടിയതാണ്. ഏത് പ്രദേശത്ത് കൂട് വെച്ച് ഏത് പ്രദേശത്ത് ഇത് പ്രശ്നക്കാരനായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അല്പസമയം മുമ്പാണ് മൃഗശാല അധികൃതർ പറഞ്ഞത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ബബിത എന്ന് പേരിട്ടത്. ഒരു വർഷം മുമ്പാണ് കടുവയെ കൊണ്ടുവന്നത്. ആ സമയത്ത് വയനാട്ടിലെ പല ഭാഗങ്ങളിലും ആക്രമണകാരിയായിരുന്നു കടുവ എന്ന് മൃഗശാലയിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിനെ മെരുക്കിയെടുത്തു. മറ്റു തരത്തിലുള്ള ആക്രമണ സ്വഭാവം ഒന്നുമില്ലായിരുന്നു. സാധാരണഗതിയിൽ കടുവക്കൂട് കഴുകുന്ന സമയത്ത് പുറത്ത് കഴുകുമ്പോൾ കടുവ കയ്യെത്തുന്ന ദൂരത്തിൽ നിൽക്കാത്ത തരത്തിലാണ് കടുവക്കൂട് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് രാമചന്ദ്രൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കടുവയുടെ കൈയിട്ടാൽ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് കൈയിട്ടാൽ ശരീരത്തിൽ എത്തുന്ന ദൂരത്തിൽ നിന്ന് ക്ലീൻ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും അവിടെ ഇല്ല. എങ്കിലും CCTV ദൃശ്യങ്ങൾ ഇതിൻ്റെ ഉണ്ട് എന്നാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് അവിടുത്തെ സൂ അധികൃതരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കാണുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരൂ എന്നതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കടുവക്കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ഏത് സമയവും മൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് കടുവക്കൂടും മറ്റു കൂടുകളും വൃത്തിയാക്കണമെന്നതാണ് സൂവിലെ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ കൈയിട്ടാൽ എത്താവുന്ന ദൂരത്ത് നിന്ന് എന്തിനു വൃത്തിയാക്കി? അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഒരു പക്ഷേ കടുവക്കൂട് വലുതാണ്. ഈ സൂവിലെ കടുവക്കൂട് അറിയാം, വലിയ ഒരു കടുവക്കൂടാണ്. ചിലപ്പോൾ ആ പ്രദേശത്തെ വൃത്തിയാക്കുന്ന സമയത്ത് കടുവ ദൂര സ്ഥലത്ത് വല്ലതും ആയിരുന്നായിരിക്കും
ആയിരിക്കാം നിൽക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ഓടി വന്ന് ആക്രമിച്ചതാണോ എന്നതിൽ ഒരു വ്യക്തതയില്ല. മറ്റു ജീവനക്കാരൊന്നും അത് കണ്ടിട്ടില്ല. രാമചന്ദ്രൻ ഉച്ചത്തിൽ നിലവിളിയിട്ട സമയത്താണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ജീവനക്കാർ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എന്നാണ് രാമചന്ദ്രൻ അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സാരമായ പരിക്കുണ്ട്, തലയ്ക്കാണ് പരിക്ക്, നഖം വെച്ച് മാന്തുകയായിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അദ്ദേഹത്തെ ഇപ്പോൾ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലേക്കാണ് ആ സമയത്ത് കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ ഉടൻ തന്നെ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫർദർ നടപടി എന്ന നിലയിൽ കുറച്ചുകൂടി നല്ല ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അങ്ങോട്ടേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതനുസരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാമചന്ദ്രനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് അപകടകരമായ ഗുരുതരമായ സ്ഥിതിവിശേഷം ഒന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും സൂല രാമചന്ദ്രന്റെ സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രക്തം വരുന്നതും മറ്റും സ്റ്റിച്ചിട്ട സമയത്ത് നിന്നു, പക്ഷേ കുറേയധികം രക്തം വാർന്നു പോയി. ആ സമയത്ത് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും സൂ അധികൃതരിൽ നിന്നും രാമചന്ദ്രനൊപ്പം ആശുപത്രിയിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഗുരുതരമായ അപകടകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.